ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷണം തുടർക്കഥയാകുന്നു. രാപ്പകലില്ലാതെ മോഷ്ടാക്കൾ വിലസുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കുപ്രസിദ്ധ കുറ്റവാളികൾ മുതൽ കിണറുകളിൽ വെച്ചിരിക്കുന്ന മോട്ടോറുകൾ വരെ കവരുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി 3 മോട്ടോറുകൾ കവർന്നു എന്ന പരാതി പോലീസിന് ലഭിച്ചു. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുൾപ്പെടെ സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും കവരുന്ന സംഘവും വിലസുന്നുണ്ട്. 2 ആഴ്ച മുമ്പാണ് കവളപ്പാറയിൽ ഉത്സവത്തിനെത്തിയ കലാകാരന്മാരുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മാല കവർന്നത്. ഇവിടെ നിന്നും മൊബൈലുകളും പണവും മോഷ്ടിച്ചു. മോഷ്ടാവിനെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിന് പുറമെയാണ് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് കാറുകൾ മോഷ്ടിക്കുന്നയാളെയും പോലീസ് പിടികൂടിയത്. ആറാണിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കാർ മോഷ്ടിച്ചയാളെയാണ് പോലീസ് വലവിരിച്ച് പിടികൂടിയത്. എന്നാൽ വീടുകൾ കുത്തിത്തുറന്നുള്ള മോഷണവും ബൈക്ക് മോഷണവും തുടർക്കഥയാകുമ്പോഴും മോഷ്ടാക്കളെ കണ്ടെത്താനാവുന്നില്ല. നിരവധി ബൈക്കുകളും സ്കൂട്ടറുകളുമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നഷ്ടപ്പെട്ടത്. ബൈക്കുകൾ നഷ്ടപ്പെട്ടവർ പരാതിയുമായി എത്തിയെങ്കിലും പിന്നീട് കോടതിയും കേസും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. ബൈക്കുകൾ കണ്ടെത്തിയാൽ പിന്നീട് ഇവ ഉടമയ്ക്ക് ലഭിക്കുന്നതിലെ പ്രശ്നമാണ് പരാതിക്കാരെ പിന്തിരിപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെയും റെയിൽവേ പാളങ്ങൾക്ക് സമീപത്തെ വീടുകളുമാണ് മോഷ്ടാക്കളുടെ പ്രധാന കേന്ദ്രം. സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിൽ തീവണ്ടികൾ നിർത്തിയിടുന്നതും മോഷ്ടാക്കൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഷൊർണൂരിലും സമീപ പ്രദേശത്തും ദീർഘദൂര വണ്ടികൾ ഉൾപ്പെടെ സിഗ്നൽ ലഭിക്കാതെ നിർത്തിയിടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ തീവണ്ടി യാത്രക്കാർക്കും വലിയ ഭീതിയാണ് ഉയർത്തുന്നത്. മോഷ്ടാക്കളെ നിയന്ത്രിക്കാൻ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനമൈത്രി പോലീസിനെ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അടുത്ത ദിവസം തന്നെ യോഗം വിളിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകാനാണ് പോലീസിന്റെ ശ്രമം.